നാം സ്വയം നമ്മെ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരും തന്നെ നമ്മെ മനസ്സിലാക്കുകയില്ല. ഈ ഭൂമിയിൽ നാം ആദ്യം നേടേണ്ട അറിവ് സ്വന്തത്തെക്കുറിച്ച് തന്നെയാണ്. സെൽഫ് എസ്റ്റീം. ഒരു വ്യക്തിക്ക് അയാളെക്കുറിച്ച് തന്നെ എങ്ങനെ നന്നായി ഫീൽ ചെയ്യാം എന്ന വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു വ്യക്തി സ്വന്തം കഴിവും കഴിവുകേടുകളും തിരിച്ചറിയുകയും സ്വന്തം ചിന്തകളെയും ഫീലിങ്സിനെയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾക്ക് സെൽഫ് എസ്റ്റീം വളർന്നു വരുന്നത്. സെൽഫ് എസ്റ്റീമിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഏതൊരു മനുഷ്യൻ്റെയും ലൈഫിനെ നന്നായി ബാധിക്കും. കുടുംബജീവിതം, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലെല്ലാം ഇത് കയറി വരും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം. നാം വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, പാരൻറ്റിംഗ് സ്റ്റൈൽ, ജീവിതാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നഷ്ടങ്ങൾ എന്നിവക്കനുസരിച്ച് ഒരു വ്യക്തിയിൽ സെൽഫ് എസ്റ്റീമിൻ്റെ ലെവൽസ് കൂടിയും കുറഞ്ഞുമൊക്കെ രൂപപ്പെട്ടു വരുന്നു. എന്നാൽ ഇതൊരു സ്ഥായി ഭാവമല്ല. നമുക്ക് വേണമെങ്കിൽ ബോധപൂർവം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. സെൽഫ് എസ്റ്റീം എന്നതിൻ്റെ വിവിധ വശങ്ങളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്ന്, സെൽഫ് വർത്ത്. ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ വാല്യൂ മനസ്സിലാക്കുകയും താൻ ആദരവും സന്തോഷവും അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് സെൽഫ് വർത്ത്. സെൽഫ് വർത്ത് അവയർനെസ് ഇല്ലാത്തവരിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയാൽ ആ വ്യക്തിക്ക് അയാളുടെ സാമൂഹികമായ ഇടപെടലുകളിൽ അയാളെ പിന്നോട്ട് വലിക്കും. എല്ലാ കഴിവുകളുണ്ടായിട്ടും അറിവുണ്ടായിട്ടും ചില കാര്യങ്ങൾ തുടങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ചെറുപ്പകാലങ്ങളിലെ ചില എക്സ്പീരിയൻസുകൾ, ചില ലിമിറ്റീവ് ബിലീഫ്സ്, അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവൂ, അങ്ങനെയൊക്കെ കേട്ട് വളരുമ്പോൾ തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഈ വിശ്വാസങ്ങളെയെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് സെൽഫ് വർത്ത് അവയർനെസ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എല്ലാം അർഹിക്കുന്നു, എനിക്ക് സന്തോഷം അനുഭവിക്കാനുള്ള അർഹതയുണ്ട്, എനിക്ക് ആദരവ് അനുഭവിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള വിശ്വാസം ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഉണ്ടാവണം. സെൽഫ് എസ്റ്റീമിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് സെൽഫ് റെസ്പെക്റ്റ്. ഒരു വ്യക്തിക്ക് അയാളുടെ ഫീലിങ്സ്, അയാളുടെ ചിന്തകൾ, അയാളുടെ കുറവുകൾ എന്നിവയെയൊക്കെ വിലമതിക്കാൻ കഴിയുക, അനുഭവിക്കാൻ കഴിയുക. സ്വന്തം ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളുടെ അതേ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിയൂ. സെൽഫ് എസ്റ്റീം കുറഞ്ഞവരുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തകരും. കുടുംബജീവിതം അസന്തുഷ്ടമാവാനും കാരണം ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പരസ്പരം മനസ്സിലാക്കലും എമ്പതറ്റിക് ആവലുമാണ്. അതിന് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ അവയർനെസ് ആണ്. സെൽഫ് എസ്റ്റീമിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് സെൽഫ് കോൺഫിഡൻസ്, സ്വന്തം കഴിവിലുള്ള വിശ്വാസം. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിജയിക്കാൻ ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസം കുറഞ്ഞ വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും അരക്ഷിതാവസ്ഥ ആയിരിക്കും. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഏറ്റെടുക്കുന്ന ഒരു കാര്യവും മുഴുമിപ്പിക്കാൻ കഴിയില്ല. നീട്ടിവെക്കുന്ന സ്വഭാവമായിരിക്കും പൊതുവെ. അലസത, മടി എന്നൊക്കെ പറയുമെങ്കിലും ഇതിനൊക്കെ പിന്നിൽ ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരിക്കും. ജീവിത വിജയത്തിന് വേണ്ടി സെൽഫ് കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിനു വേണ്ടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യണം. നമ്മുടെ ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷിക്കണം. പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവായ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സെൽഫ് എസ്റ്റീമിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് സെൽഫ് അക്സെപ്റ്റൻസ്, സ്വയം സ്വീകാര്യത. ഒരു വ്യക്തി അയാളുടെ കഴിവുകളും കഴിവുകേടുകളും ബലഹീനതയും എല്ലാം അംഗീകരിക്കുന്നതിനെയാണ് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നിലവിൽ ഏതവസ്ഥയിലാണെങ്കിലും സ്വയം അംഗീകരിക്കുക. തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ച് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അവസ്ഥ എന്തുമാവട്ടെ അതിനെയെല്ലാം അംഗീകരിച്ച് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവാണ് ഈ ഒരു അവയർനെസ്സിലൂടെ കിട്ടുന്നത്. ഏത് മോശം സാഹചര്യത്തെയും തരണം ചെയ്യാൻ ഈ ആത്മബോധം സഹായിക്കും. സെൽഫ് അക്സെപ്റ്റൻസ് വളർത്തിയെടുക്കാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സ്വന്തത്തോട് വളരെയധികം ദയ കാട്ടുക. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ദയയുള്ളതും സ്നേഹമുള്ളതും റെസ്പെക്റ്റ് ഉള്ളതും സ്വന്തത്തോട് തന്നെയാണ്. ഏറ്റവും വാല്യൂ കൊടുക്കേണ്ടതും അവനവന് തന്നെയാണ്.
തനിക്ക് കിട്ടിയ ജീവിതത്തിൽ സന്തോഷിക്കുക, നന്നായി ജീവിക്കുക. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. എല്ലാവരിലും ഓരോ പ്രത്യേകതകളുണ്ട്, കഴിവുകളുണ്ട്. സ്വന്തം കഴിവിനെ തിരിച്ചറിഞ്ഞ് ജീവിത സംതൃപ്തി നേടാൻ എല്ലാവർക്കും സാധ്യമാവട്ടെ. പോസിറ്റീവ് മൈൻഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും